സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ഫോട്ടോ പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത നടപടിയിൽ പ്രതിഷേധം ശക്തം. ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത N സുബ്രഹ്മണ്യനെ പോലീസ് വിട്ടയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നെടുത്ത ചിത്രമാണ് താൻ പങ്കുവച്ചതെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. പോലീസിന് സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു. ആദ്യം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ പോകണമെന്നാണ്. ഭരണകൂടത്തിന്റെ ഒരു ഏർപ്പെടല്ലേ അതൊക്കെ. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം നേടെ നടന്നില്ലല്ലോ. ഇതൊക്കെ പോലീസ് അതാത് സമയത്തുണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എന്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇതിലൊരു ഫോട്ടോ എന്റെ വാളിലുള്ളപ്പോൾ ഒരു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞില്ലേ. കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങൾ അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന്. നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ. N സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി ശുദ്ധമായ രാഷ്ട്രീയ പകപോക്കലാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇത് രാഷ്ട്രീയമായ പകപോക്കലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിച്ചുകൂടാ, ആരും പോസ്റ്റിട്ടുകൂടാ. അദ്ദേഹത്തിനെതിരെ ആരും പോസ്റ്റിട്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സർവീസിന് സസ്പെൻഡ് ചെയ്തു. എന്തെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ സ്റ്റാലിനാണോ? എനിക്കറിയാം ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിൻ്റെ പ്രതിരൂപമാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിയാണ് പോലീസ് സംഘം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കലാപാഹ്വാനം നടത്തിയെന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് N സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, രാവിലെ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത് മുതൽ നാടകീയമായ സംഭവങ്ങളായിരുന്നു നടന്നത്. വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്?
തീർച്ചയായും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് കോഴിക്കോട് നടന്നത്. ചേവായൂർ പോലീസാണ് രാവിലെ 8 മണിക്ക് സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം ഒരുങ്ങിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും പോലീസിന്റെ കൂടെ പോവുകയുമായിരുന്നു. തുടർന്ന് ചേവായൂർ സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചെറിയ ചില ദേഹാസ്വാസ്ഥ്യപരമായ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അല്പനേരം നിരീക്ഷണത്തിൽ നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് ചേവായൂർ പോലീസിലേക്ക് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരുന്നു. ഇതിന്റെ ആഹ്വാനം DCC പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി മുതിർന്ന നേതാക്കളടക്കം വിഷയത്തിൽ പ്രതികരിക്കുകയും അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കലാപാഹ്വാനം എന്ന രീതിയിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തു എന്ന കേസെടുത്തതിന് ദിവസങ്ങൾ ഉള്ളിൽ തന്നെ KPCCയുടെ നിർവാഹക സമിതി അംഗമായ ഒരു മുതിർന്ന നേതാവിനെ കസ്റ്റഡിയിലെടുത്തതിന്റെ ഔചിത്യക്കുറവിനെ അവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും താൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ചിത്രമല്ല പങ്കുവച്ചത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ചിത്രത്തിന്റെ ആധികാരികത താൻ തെളിയിക്കുമെന്ന് സുബ്രഹ്മണ്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ സമര കോലാഹലങ്ങൾക്കും സംസ്ഥാനമൊട്ടാകെയുള്ള ഈ പ്രതിഷേധ പ്രസ്താവനകൾക്കും പിന്നാലെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. എന്തായാലും നോട്ടീസ് നൽകി തൽക്കാലം വിട്ടയച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അനുബന്ധമായ നടപടിക്രമങ്ങൾ പിന്നീട് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന നേതൃത്വത്തോട് വിയോജിച്ച് ജില്ലാ ഘടകങ്ങൾ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ബാധിച്ചെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ നിലപാട്. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന ചോദ്യവും നേരിടേണ്ടി വന്നു. ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും സംഭവിച്ചു. വർദ്ധിപ്പിച്ച പെൻഷനും കുടിശ്ശികയും വിതരണം ചെയ്തിരുന്നില്ലെങ്കിൽ തോൽവി കനത്തതാകുമായിരുന്നുവെന്നും ജില്ലാ ഘടകങ്ങൾ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. ശബരിമല സ്വർണ്ണക്കൊള്ള, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഭരണവിരുദ്ധ വികാരം, ഈ 3 കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു എന്ന കാര്യത്തിലാണ് CPMൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നും CPM സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു നിലപാടല്ല കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ച പോകുമ്പോൾ, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും ജില്ലാ കമ്മിറ്റികളിലും ചർച്ച വരുമ്പോൾ ഉണ്ടായത് ശബരിമല വലിയ തിരിച്ചടിയായത് തന്നെ വലിയ ശക്തമായ അഭിപ്രായം ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വന്നു. CPM നേതൃത്വത്തിന് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നായിരുന്നു വിമർശനം. ശബരിമല ഉൾപ്പെടുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പന്തളം അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ശബരിമല തിരിച്ചടിയായെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം നിന്നു എന്ന ചോദ്യമാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചത്. അങ്ങനെ അവിടെ നേട്ടമുണ്ടാകുമ്പോഴും മറ്റു പലയിടങ്ങളിലും അത് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ജില്ലാ ഘടകങ്ങളുടെ കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം. 22 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലി നൽകിയാണ് താഴെത്തട്ടിൽ നിന്ന് CPM തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ, വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്താൻ CPM ശ്രമിക്കുന്നത് ഈ ചോദ്യാവലിയുമായാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരശേഖരണം അത് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യുക. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം CPM തയ്യാറാക്കുക. എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് തിരുത്തേണ്ടതെന്ന തീരുമാനത്തിലേക്ക് CPM എത്തുക. CPM സംസ്ഥാന സെക്രട്ടറി ശബരിമല വോട്ടിന് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് അതായിരുന്നില്ല. ശബരിമലയും പരാജയത്തിന് ഒരു കാരണമായിരുന്നിരിക്കാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതും കൃത്യമായ ഭിന്നത വ്യക്തമാണ്. ഒരുപക്ഷെ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ വിലയിരുത്തലിലേക്കാകാം CPM പോകുന്നത്. ഈ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക്, സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് പ്രാദേശികമായ പ്രശ്നങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന, ഉദാഹരണത്തിന് തിരുവനന്തപുരം, കൊല്ലം നഗരസഭകൾക്കെതിരെ ഉണ്ടായിരുന്ന ജനവികാരം അടക്കമുള്ള പ്രാദേശിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായിട്ടുണ്ട്. സംഘടനാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് താൽപര്യമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കി എന്ന വിമർശനം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് കീഴ്ഘടകങ്ങളോട് CPM നിർദ്ദേശിച്ചത്. എല്ലാം ഭരണവിരുദ്ധ വികാരമെന്നും ശബരിമലയെന്നും ന്യൂനപക്ഷ വോട്ടുകൾക്കെതിരായി എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങാതെ ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാകും പരിശോധിക്കുക. അതിനുശേഷം ഒരു തിരുത്തൽ നടപടികളിലേക്ക് CPMും സർക്കാരും കടക്കും.
പാർട്ടികളുടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ അവലോകന യോഗങ്ങൾക്ക് ശേഷമാകും ജനുവരി ആദ്യ ആഴ്ച ഇടതുമുന്നണി നേതൃയോഗം ചേരുക. അവിടെയും തിരുത്തൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ഏതായാലും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും മുൻപിൽ തിരുത്താനുള്ളത്. ആഴ്ചകൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരാനിരിക്കുന്നു. അതിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ തിരുത്തി, പോരായ്മകൾ തിരുത്തി, ജനത്തിന്റെ വിരുദ്ധ മനോഭാവം മാറ്റി അവരെ ഒപ്പം നിർത്താനുള്ള നടപടികളിലേക്കാകും CPM ഇടതുമുന്നണിയും കടക്കുക. അതിന്റെ ഏറ്റവും നിർണായകമായ ചർച്ചകളാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി AKG സെന്ററിൽ ചേരുക. തൊട്ടു പിന്നാലെ അടുത്തയാഴ്ച ആദ്യം തന്നെ CPIയുടെ നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന ഡി മണി അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. ഇതോടെ ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം മണിയുടെ സാമ്പത്തിക വളർച്ചയിലും വൻ ദുരൂഹതയുണ്ട്. സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി 6 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് വളർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളുടെ അതിവേഗത്തിലുള്ള വളർച്ച ഉൾപ്പെടെ SIT പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നും അറിയില്ല എന്ന നിലപാട് ഡി മണി ആവർത്തിച്ചു. പറയാനുള്ളതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഡി മണി വ്യക്തമാക്കി. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഇത്തരത്തിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പോകുമെന്നാണ് SIT കരുതുന്നത്? അശ്വതി, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത് വന്ന ഒരു പേരായിരുന്നു ഡി മണി എന്ന് പറയുന്നത്. ഈ ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൊള്ള ഈ ഒരു ശബരിമലയിലും ഒപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം നടന്നിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെട്ട ഒരു പേരായിരുന്നു ഡി മണി. പെട്ടെന്ന് തന്നെ, അതായത് ആരോപണം, ഈ ഒരു വിവരം ലഭിച്ചു അടുത്ത ദിവസം തന്നെ ഈ ഒരു പേര് ഈ ഒരു ഡിണ്ടിഗൽ സ്വദേശിയിലേക്ക് എത്തുന്നു. പക്ഷേ ഈ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ആൾ ഞാനല്ല എന്ന ഒരു നിലപാടാണ് ഈ ഒരു ഡി മണി എന്ന് പറയുന്ന വ്യക്തി എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു അന്വേഷണവുമായി യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല, അതായത് കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു അന്വേഷണ സംഘം ഡിണ്ടിഗൽ എത്തി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇയാളുമായി ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ തുടക്കം തൊട്ട് തന്നെ ഈ ഒരു അന്വേഷണ സംഘവുമായി സഹകരിക്കാത്ത നിലപാടായിരുന്നു. ഇനി കൂടുതൽ, അതായത് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഇയാളുടെ പശ്ചാത്തലം അടക്കം മനസ്സിലാക്കി, അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ പെട്ടെന്നുള്ള ഒരു വളർച്ചയടക്കം സംശയാസ്പദമാണ്. മാത്രമല്ല, ഈ ഒരു തമിഴ്നാട് പോലീസിന്റെ അടക്കം സഹായം പോലീസ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ഈ ഒരു തമിഴ്നാട് പോലീസും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഒരു ഇയാളുടെ പശ്ചാത്തലം, ഒപ്പം ഇയാളുടെ ഒരു വളർച്ചയുടെ ഒരു സാഹചര്യം എല്ലാം വിശദമായി പഠിച്ച ശേഷമായിരിക്കും കൂടുതൽ ഇയാളുടെ മൊഴിയെടുപ്പും മറ്റും നടക്കുക. ആവശ്യമെങ്കിൽ കസ്റ്റഡിയിലടക്കം എടുക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ, അതായത് ഇയാളുമായി ബന്ധപ്പെടുന്ന SIT ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുന്ന കൃത്യമായ വിവരങ്ങളില്ലാതെ അറസ്റ്റിലേക്ക് മറ്റും കടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായ പ്രശ്നങ്ങൾക്കും അനാവശ്യമായ സമയം, അതായത് കോടതിയിലടക്കം അദ്ദേഹം നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് SITക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നിയമ നടപടികൾ, അതായത് അറസ്റ്റിലേക്കും കസ്റ്റഡിയിലെടുക്കുന്ന കാര്യങ്ങളിലേക്കും അടക്കം കടക്കാനാണ് തീരുമാനം. ഒപ്പം ഈ ഒരു ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വിഷയങ്ങൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുന്ന ഇയാളുടെ മറ്റ് ബന്ധങ്ങളുണ്ടോ, ഒപ്പം തന്നെ ഈ ഒരു വ്യവസായിയുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് വിവരങ്ങളടക്കം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കം ഈ ഒരു കൊള്ള നടത്താനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിവരമുണ്ട്. ഒപ്പം 4 പഞ്ചലോക വിഗ്രഹം കടത്തി എന്ന കാര്യവുമുണ്ട്. ഇതെല്ലാം മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തിൽ വലിയ വെല്ലുവിളി നേടുന്നത് എന്നാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചലോക വിഗ്രഹം കണ്ടെടുക്കുക, ഒപ്പം തന്നെ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുക എന്ന കാര്യങ്ങളാണ്. അതിലേക്കും SITക്ക് കടക്കേണ്ടത്. ഒരു ഡി മണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനും കഴിയില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ N വിജയകുമാർ, ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിവരിലേക്കും അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അവരുടെ ഈ കഴിഞ്ഞ ദിവസം ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഹാജരായിട്ടില്ല. അവരിൽ നിന്ന് ഉന്നതരിലേക്കും എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വ്യാപ്തിയും ഈ ഒരു വിഷയത്തിന്റെ കൂടുതൽ ആഴത്തിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. ഈ ഒരു ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഇത് കേരളത്തിൽ തന്നെ വലിയൊരു അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വമ്പൻ സ്രാവുകൾ ഇതിൽ പിടികൂടാനുണ്ട്. അതിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനി അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്കും, ഒപ്പം കേരളത്തിലെ എത്രത്തോളം ഉന്നതർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവരാരൊക്കെയാണ് എന്നതിലേക്കായിരിക്കും ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എത്തുക. അശ്വതി. ശരി സാരംഗ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡലപൂജ രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കാങ്കി ചാർത്തിയുള്ള പൂജ നടന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് പരിസമാപ്തിയാണ്.
രാവിലെ കൃത്യം 10:10 കൂടിയാണ് ശബരിമലയിൽ മണ്ഡല പൂജ ചടങ്ങുകൾക്ക് തുടക്കമായത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഏതാണ്ടെല്ലാം നടന്നത്. കലശവുമേന്തി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച ശേഷം ക്ഷേത്ര നടയിലേക്ക് കടന്ന് തുടർന്ന് കലശാഭിഷേകം നടന്നു. ഇതിനുശേഷം തൊട്ടു പിന്നാലെ മറ്റ് ചടങ്ങുകളിലേക്ക് കടന്നു, അതായത് നിവേദ്യം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടന്നു. ഇതിനുശേഷം ദീപാരാധന നടത്തിയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടന കാലത്തിന് പര്യവസാനം ആകുന്നത്. അതിനുശേഷം 30-ന് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറക്കും. ജനുവരി 14-നാണ് ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവം. ഒരുപക്ഷെ സമീപകാലത്ത് 2018-ലെ സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം നടന്ന ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാലത്ത് നടന്നൊരു സീസൺ ശബരിമല മണ്ഡലകാലം എന്ന് തന്നെയാണ് ഇത്തവണത്തെ മണ്ഡലകാലത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ളവ ചർച്ചയായ കാലം. ആ കാലത്ത് സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെ നന്നായി കൊണ്ടുപോവുക മണ്ഡലകാലം എന്നുള്ളത് വളരെ ഒരു ജീവൻ മരണ പോരാട്ടമായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ അല്പം പാകപ്പിഴകൾ ഉണ്ടായെങ്കിൽ പോലും പുതിയ ബോർഡ് ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ മണ്ഡലകാലമാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു താളത്തിലേക്ക് തീർത്ഥാടന കാലം തിരിഞ്ഞെത്തുകയായിരുന്നു. പിന്നെയും ചില പരാതികൾ പോലീസിനെതിരെയൊക്കെ, ചില 18-ാം പടിയിലെ ഭക്തരോടുള്ള പ്രതികരണത്തിനെതിരെയൊക്കെ പല പരാതികളും ഉയർന്നെങ്കിലും അതൊന്നും കാര്യമായി മുഴച്ചു നിന്നില്ല. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് സ്വസ്ഥമായി മണ്ഡല തീർത്ഥാടന കാലം ഫലത്തിൽ പൂർത്തിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മകരവിളക്ക് കാലം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ദൗത്യം ബാക്കിയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. ഇത്തവണയും കൂടുതൽ സൗകര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ പർണശാലകൾ കെട്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം അവിടെ എത്തി ഭക്ഷണം ഉൾപ്പെടെ നൽകുന്ന രീതിയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്നത് അറിയിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പഴയ പോലെ 70,000 പേർക്ക് വെർച്വൽ ക്യൂ ദർശനമുണ്ടാകും. അതിന് ശേഷം 5,000 പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകുക. ഈ സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടായിരിക്കും തീർത്ഥാടന കാലം വരാൻ പോകുന്നത്. എന്തായാലും ഇനി 30-ന് വേണ്ടി വീണ്ടും നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തർ. സംസ്ഥാനത്തെ 7 ജില്ലാ പഞ്ചായത്തുകൾ വീതം LDF-ഉം UDF-ഉം ഭരിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് LDF ഭരണം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ UDF ഭരണസമിതിയും നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് V. പ്രിയദർശിനിയും, കൊല്ലത്ത് R. ലതാദേവിയും, പത്തനംതിട്ടയിൽ ദീനാമ റോയിയും, ആലപ്പുഴയിൽ A. മഹേന്ദ്രനുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. കോട്ടയത്ത് ജോഷി ഫിലിപ്പും, ഇടുക്കിയിൽ ഷീല സ്റ്റീഫനും, എറണാകുളത്ത് KG രാധാകൃഷ്ണനും, തൃശൂരിൽ മേരി തോമസും സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട് T. ശശിയാണ് പ്രസിഡന്റ്. പ്രതിപക്ഷമില്ലാത്ത മലപ്പുറത്ത് TA. ജബ്ബാർ ഹാജിയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മില്ലി മോഹനും, വയനാട്ടിൽ ചന്ദ്രിക കൃഷ്ണനും, കണ്ണൂരിൽ ബിനോയ് കുര്യനും, കാസർഗോഡ് സാബു എബ്രഹാമും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ UDF. കോൺഗ്രസിലെ S. ഗീതയ്ക്ക് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും 3 വീതം വോട്ടുകൾ ലഭിച്ചു. SDPI പിന്തുണയിൽ കോൺഗ്രസിൽ 2 അഭിപ്രായമുള്ളതിനാൽ പാർട്ടി പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിലാണ് ഗീത. LDF-ഉം UDF-ഉം തുല്യത പാലിച്ച വെമ്പായം പഞ്ചായത്തിൽ UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ LDF ഭരണത്തിലേറി. മംഗലാപുരത്തും നാവായിക്കുളത്തും LDF പിന്തുണയിൽ കോൺഗ്രസ് വിമതന്മാർ. പ്രസിഡന്റായി അഞ്ചുതെങ്ങ് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് ഭരണം പിടിച്ചു. തിരുവനന്തപുരത്തെ 13ഓളം ഗ്രാമപഞ്ചായത്തുകളായിരുന്നു നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം പല സ്ഥലങ്ങളിലും സമാസമമായിരുന്നു LDF-ഉം UDF-ഉം. ചില സ്ഥലങ്ങളിൽ സ്വതന്ത്രനും ഒപ്പം വിമതനും ഭീഷണി ഉയർത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും ബാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ജില്ലാ പഞ്ചായത്തിലേത്. ജില്ലാ പഞ്ചായത്തിൽ 13 സീറ്റുകൾ UDF-നും 15 സീറ്റ് LDF-നുമായിരുന്നു. അത് ആ രീതിയിൽ തന്നെ ഒരു വോട്ട് പോലും അസാധുവാകാതെ തന്നെ പ്രിയദർശിനിയെ ജില്ലാ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് 5 തെങ്ങാണ്. 5 തെങ്ങിൽ കോൺഗ്രസിന് 7ഉം LDFന് 7ഉമായിരുന്നു. ഒപ്പം ഇത് പിന്നീട് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അങ്ങനെ കോൺഗ്രസിന് ഭരണം ലഭിക്കുകയും ഷിൻസി ഐവിനാണ് പ്രസിഡന്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വെമ്പായം പഞ്ചായത്തിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോട്ട് അസാധുവാവുകയായിരുന്നു. UDFന്റെ വോട്ട് അസാധുവായി. LDFന്റെ അമിത ബാബു ഇപ്പോൾ പ്രസിഡന്റായി ചുമതലയേൽക്കും. ചെമ്മരുതിയിൽ UDFനാണ് ഭരണം നേടിയിരിക്കുന്നത് BSPയുടെ വോട്ടിലൂടെ. BSPയുടെ അനിത UDFന് വോട്ട് ചെയ്തു. അത്തരത്തിൽ UDFന്റെ രാജീഷ് അവിടെ പ്രസിഡന്റ് ആകും. വെമ്പായത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വോട്ട് അസാധുവായി. പിന്നീട് നോക്കുകയാണെങ്കിൽ പാങ്ങോടാണ്. പാങ്ങോട് ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. കാരണം SDPIയുടെ വോട്ടിൽ UDF അവിടെ വിജയിച്ചു. അതിൽ കോൺഗ്രസിന്റെ S ഗീതയ്ക്ക് SDPIയുടെ 3 വോട്ടുകളും വെൽഫെയർ പാർട്ടിയുടെ വോട്ടും UDFന് ലഭിച്ചു. ഇത്തരത്തിലാണ് ഈ ഒരു മറ്റ് പല ഭാഗങ്ങളിലുമുള്ള വിവാദങ്ങൾ, ഈ ഒരു SDPIയുടെ പിന്തുണയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു SDPIയുടെയും വെൽഫെയറിന്റെയും പിന്തുണയോടുകൂടി ഒരു UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം ഗീത എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാനം രാജിവെക്കുമെന്നും രാജ്യസന്നദ്ധത അടക്കം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു തിരുവനന്തപുരത്തെ ഒരു ചിത്രം. തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തെ 13ൽ ഇത്രയും ഭാഗങ്ങളിലാണ് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത്. അതായത് നിർണായകമായി നിൽക്കുന്ന പല പഞ്ചായത്തുകളിലെയും ഫലം കാത്തിരിക്കുകയാണ്. ഒപ്പം ഈ ഒരു ജില്ലാ പഞ്ചായത്തിന്റെയും ഈ വന്ന റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെയും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി 2:30 നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കൂടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ പൂർത്തിയാകും. പ്രസിഡന്റൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. മറ്റ് ഫലങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മറ്റ് പല ജില്ലകളിലെ സാഹചര്യവും ഇതേപോലെ തന്നെ പലതും നറുക്കെടുപ്പിലേക്കും മറ്റും കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. എറണാകുളം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF ഭരണത്തിൽ. എന്നാൽ LDFും UDFും തുല്യത പാലിച്ച വടവുകോട് പഞ്ചായത്തിൽ LDF നറുക്കെടുപ്പിലൂടെ ഭരണം പിടിച്ചു. ഇവിടെ 2020 വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പോത്താനിക്കാട് പഞ്ചായത്തിൽ LDFും പിതൃക്കയിൽ 2020യും ഭരണം പിടിച്ചു. എറണാകുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരവധി പഞ്ചായത്തുകളിലാണ് നറുക്കെടുപ്പിലൂടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടി വന്ന് പഞ്ചായത്ത് ഭരിക്കുന്നവരെ തെരഞ്ഞെടുക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ടായത്. അതിൽ പ്രധാനമായും പുത്തൻകുരിശ് പഞ്ചായത്തിൽ വലിയ ടെസ്റ്റാണ് ഉണ്ടായത്. LDF പിന്തുണയോടെ UDF ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. LDF അതായത് 2022 അംഗങ്ങളും UDFന് പിന്തുണ നൽകിയതോടെ UDFന് ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പുത്തൻകുരിശ് പഞ്ചായത്തിലുണ്ടായത്. UDFിന്റെ റെജി തോമസ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേൽക്കുക. അതുപോലെ തന്നെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ UDF നറുക്കെടുപ്പിലൂടെയാണ് LDF അധികാരത്തിലെത്തുന്നത്. അതേസമയം CPMലെ അമൃതയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം പൂത്തൃക്കൈ പഞ്ചായത്തിൽ 2020ക്കാണ് നറുക്കെടുപ്പിലൂടെ വിജയം ഉണ്ടായത്. ഇതോടുകൂടി 2020 നേരത്തെ നഷ്ടപ്പെട്ട് പോയ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ 2020ക്ക് 4 പഞ്ചായത്തുകൾ കയ്യിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ 2020ക്കും വലിയ നേട്ടമാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടും 2020ക്ക് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാലും തെരഞ്ഞെടുപ്പ് അതായത് നറുക്കെടുപ്പിലൂടെ ഫലം വരാൻ ഇനിയും ചില പഞ്ചായത്തുകൾ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. പല പഞ്ചായത്തുകളിലെയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളിൽ പല പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുപ്പ് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. എന്തായാലും ഫലം അറിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വലിയ ടൈ ആയിരുന്നു UDFും LDFും തമ്മിൽ പല പഞ്ചായത്തുകളും ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും 82 പഞ്ചായത്തുകളിലെ 69 പഞ്ചായത്തിന് UDFിന് മേൽക്കൈ ഉണ്ടായിരുന്നു. ഈ ചില പഞ്ചായത്തുകളിലാണ് ഇങ്ങനെ വടവുകോട് പുതുക്കൈ പോലെയുള്ള ചില പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലൊരു ടൈ വന്നിട്ടുണ്ടായിരുന്നത്. അതിനും ഏതാണ്ട് പരിഹാരമായിരിക്കുകയാണ്. എന്തായാലും ചില പഞ്ചായത്തുകളുടെ റിസൾട്ട് അറിയാനുണ്ട്. ഫലം അറിഞ്ഞ ശേഷമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കൊല്ലം ചിറക്കരയിൽ വൻ ട്വിസ്റ്റ്. UDF പിന്തുണയോടെ സ്വതന്ത്രൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM മുൻ ലോക്കൽ സെക്രട്ടറിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണൻ. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ UDF പിടിച്ചു. 8 വീതം അംഗങ്ങളോടെ LDFും UDFും തുല്യത പാലിച്ചപ്പോൾ BJPയുടെ ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഓപ്പറേഷൻ താമര.
പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. 8 കോൺഗ്രസ് മെമ്പർമാരും BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 കോൺഗ്രസ് അംഗങ്ങളുടെയും BJPയിലെ 4 അംഗങ്ങളുടെയും വോട്ടുകൾ ടെസ്സിക്ക് ലഭിച്ചു. LDFന് 10 അംഗങ്ങളാണ് ഉള്ളത്. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും മലപ്പുറം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും LDF ഭരിക്കും. LDFും UDFും തുല്യത പാലിച്ച 3ഇടത്തും നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ നിശ്ചയിച്ചത്. തൃത്താലയിൽ PR കുഞ്ഞുണ്ണിയും പൊന്നാനിയിൽ R ഗായത്രിയും എടക്കാട് KV ബിജുവും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF അംഗത്തിന്റെ വോട്ട് ലഭിച്ചതോടെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF പിടിച്ചു. RJD അംഗത്തിന്റെ വോട്ടാണ് UDFന് ലഭിച്ചത്. ഇതോടെ പ്രസിഡന്റായി കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം UDFന് 40 വർഷത്തിന് ശേഷമാണ് UDF ഭരണത്തിലെത്തുന്നത്. നറുക്കെടുപ്പിലൂടെ UDFന്റെ CK റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്താണ് മുണ്ടേരി. 11 വീതം അംഗങ്ങളുമായി LDFും UDFും തുല്യത പാലിച്ച പഞ്ചായത്തിൽ വോട്ടെടുപ്പിൽ ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF ഭരണത്തിന് വഴി തുറന്നത്. പാലക്കാട് അഗളി പഞ്ചായത്തിൽ ട്വിസ്റ്റ്. UDF അംഗമാണ് LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. UDF അംഗം മഞ്ജുവാണ് കൂറുമാറിയത്. തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയില്ലായിരുന്നു എന്നാണ് മഞ്ജുവിന്റെ വിശദീകരണം. മഞ്ജുവിനെതിരെ അധിക്ഷേപ ഭീഷണി മുദ്രാവാക്യങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചാണ് മുദ്രാവാക്യം. കോട്ടായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തും LDF ഭരിക്കും. കോട്ടായിൽ നറുക്കെടുപ്പിലൂടെ LDFിലെ സുദേഷ്ണ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പെരിങ്ങോട്ടുകുറിച്ചിയിൽ ആദ്യമായി UDFന് നഷ്ടപ്പെട്ടു. LDFിലെ പ്രമോദാണ് പ്രസിഡന്റ്. തൃശൂർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉറച്ച് ലാലി ജെയിംസ്. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിയ ലാലി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ തുറന്നടിച്ചു. രാത്രിയുടെ മറവിൽ സസ്പെൻഡ് ചെയ്ത നടപടി അപക്വമാണ്. വിഷയത്തിൽ AICCയെയോ KPCCയോ സമീപിക്കില്ല. ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും മരണം വരെ കോൺഗ്രസുകാരിയായിരിക്കുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിൽ ചവിട്ടുപടമാണ് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ LDF അംഗം C കണ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ലെന്നും കോടതി അറിയിച്ചിരുന്നു. നിയമസഭയിൽ മത്സരിക്കാനൊരുങ്ങുന്ന കോൺഗ്രസ് MPമാർക്ക് ഹൈക്കമാൻഡിന്റെ ചെക്ക്. ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടില്ലെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തണം. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിലവിലെ MPയുടെ ഉത്തരവാദിത്തമാണ്. കോന്നിയിൽ മത്സരിക്കാനൊരുങ്ങുന്ന അടൂർ പ്രകാശിനും ഹൈക്കമാൻഡ് നിലപാട് വെല്ലുവിളിയാണ്. UDFന്റെ വിജയസാധ്യത മുന്നിൽ കണ്ട മിക്ക MPമാരും ഇക്കുറി നിയമസഭാ മോഹത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, എന്തായാലും ഈ നിയമസഭ മോഹിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയാണ് ഇത് എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. സംസ്ഥാനത്ത് UDFന്റെ അടുത്ത നിയമസഭയിലെ സാധ്യത മുന്നിൽ കൊണ്ട് നിലവിലെ MPമാരിൽ പലരും മത്സരരംഗത്ത് ഉണ്ടാവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. നേരത്തെ തന്നെ നിയമസഭാ മോഹം ചിലരൊക്കെ പരസ്യമായും ചിലർ രഹസ്യമായും അത് പങ്കുവെച്ചതാണ്. ഇത്തരക്കാർക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം വെല്ലുവിളിയാവുന്നത്. വെറുതെ അങ്ങ് മത്സരിക്കാൻ എത്തേണ്ടതില്ല, അതായത് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുത്തി നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. കഴിഞ്ഞ തവണ 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സംസ്ഥാനത്ത് വലിയ വിജയമുണ്ടായതാണ്. അതുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇനി ആവർത്തിക്കും എന്ന് ഉറപ്പില്ലാത്തതിനാൽ കൂടിയാണ് ഈ ഹൈക്കമാൻഡ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുള്ള MPമാർ ആദ്യം ചെയ്യേണ്ടത് ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. സ്വയം ഉറപ്പല്ല, പാർട്ടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണം. പുതിയതായി വരുന്ന സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങളിൽ നിലവിലുള്ള MPക്ക് നിർണായകമായ അഭിപ്രായം പറയാം. പക്ഷേ പാർട്ടി സീറ്റ് നഷ്ടപ്പെടല് അയാളുടെ ഉത്തരവാദിത്തമായിരിക്കും ഇത് എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അതോടുകൂടി കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമോ എന്ന ഒരു സാധ്യതയാണ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച്
അടൂർ പ്രകാശ് കോന്നി ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കം ആരംഭിച്ചതാണ്. ഇതിനകം തന്നെ അദ്ദേഹം PR വർക്കുകളൊക്കെ ആരംഭിച്ചു. UDFിൻ്റെ സംസ്ഥാനത്തെ കൺവീനർ കൂടിയാണ് അടൂർ പ്രകാശ്. പക്ഷേ അടൂർ പ്രകാശ് മത്സരിച്ച് വിജയിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്നത് കഴിഞ്ഞ തവണ UDFിന് ഏറ്റവും അനുകൂല സാഹചര്യം ഉള്ളപ്പോഴും വലിയ ചെറിയ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ച ഇടമാണ്. അതുകൊണ്ട് വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും, ആ മണ്ഡലം UDFിന് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വരും. അങ്ങനെ നോക്കുമ്പോൾ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് മുന്നിലുള്ളത് നിയമസഭാ മോഹങ്ങൾക്ക് വെല്ലുവിളിയാണ്. മറ്റ് നിയമസഭാ മോഹികൾക്കും സമാന സാഹചര്യമുണ്ട്. K. സുധാകരൻ, കണ്ണൂരിലെ MP കൂടിയായ K. സുധാകരന് നിയമസഭാ മോഹമുണ്ട്. പക്ഷേ സുധാകരൻ്റെയും വെല്ലുവിളി ഇതാണ്. സുധാകരൻ അല്ലെങ്കിൽ കണ്ണൂരിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യമാണ്. അത് സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാക്കും. സുധാകരൻ ലക്ഷ്യമിടുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമയോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ മറ്റേതെങ്കിലും സുരക്ഷിത നിയമസഭാ മണ്ഡലമാണ്. പക്ഷേ കണ്ണൂർ നഷ്ടപ്പെടുത്തി അത്തരമൊരു ഇടത്തേക്ക് സുധാകരനെ മാറ്റാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് താനും. മറ്റൊരാൾ കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. അദ്ദേഹവും ദീർഘനാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനും നിയമസഭാംഗമാവാനും ആഗ്രഹിക്കുന്നുണ്ട്. വെറും നിയമസഭാംഗമല്ല, മത്സരിച്ച് ജയിച്ചാൽ MP മന്ത്രിസ്ഥാനം, ഇതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനും വെല്ലുവിളിയാവുന്നത് ഏത് മണ്ഡലമെന്നതും കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ മാവേലിക്കര ആര് വിജയിക്കും, ആര് മത്സരിക്കും എന്ന ചോദ്യമാണ്. ആ തരത്തിൽ വലിയ വെല്ലുവിളികളാണ് നിയമസഭാ മോഹികൾക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. മറ്റൊന്ന് ഷാഫി പറമ്പിലാണ്. നമുക്കറിയാം, ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും പോയി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് നൽകാതിരുന്നാൽ ഒരുപക്ഷെ ഷാഫിക്ക് തിരിച്ചു വരേണ്ടി വരും. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം, അങ്ങനെയെങ്കിൽ വടകര ആര് മത്സരിക്കുമെന്ന ചോദ്യമാണ്. അങ്ങനെ വലിയ വെല്ലുവിളിയുണ്ട്. ചുരുക്കത്തിൽ നിയമസഭയിലേക്ക് സീറ്റ് തയ്പ്പിച്ച് റെഡിയായിരിക്കുന്ന പല MP-മാർക്കും മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളിയാണ്. പാർട്ടി നിർദ്ദേശത്തിനപ്പുറം ലോക്സഭാ സീറ്റ് കൈവിട്ടുകൊണ്ട് നിയമസഭയിൽ വിജയിക്കുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അത് ചോദ്യം ചെയ്യപ്പെടുമെന്നതാണ് അവർക്ക് മുന്നിലുണ്ടാവുന്ന വെല്ലുവിളി. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ജനുവരി 22 വരെ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കളക്ടർക്കോ BLOമാർക്കോ ആണ് പരാതികൾ സമർപ്പിക്കേണ്ടത്. ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് 10 ഫോം വീതം ഒരു ദിവസം ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കിയാൽ അതിലും അപ്പീൽ നൽകാനാകും. ഒരു മാസത്തിൽ 30 ലക്ഷം പേരുടെ പരാതികൾ തീർപ്പാക്കുമെന്നും ഇതിനായി BLOമാർക്ക് പരിശീലനം നൽകുമെന്നും രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് SIR തിരിച്ചറിയൽ രേഖയാക്കുന്നതിനെ എതിർത്ത് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിലാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. കോൺഗ്രസ്, CPM, CPI, കേരള കോൺഗ്രസ്, RSP എന്നീ പാർട്ടികളുടെ പ്രതിനിധികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ എതിർത്തത്. വോട്ടവകാശം ജാതിയെയോ മതത്തെയോ അടിസ്ഥാനമാക്കിയാകരുതെന്ന പൊതു അഭിപ്രായമാണ് യോഗം മുന്നോട്ട് വച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി. ബംഗ്ലാദേശിൽ പ്രശസ്ത റോക്ക് സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെ ആക്രമണം. 25 പേർക്ക് പരിക്കേറ്റതായി വിവരം. പിന്നിൽ ജിഹാദിസ്റ്റുകളെന്ന് എഴുത്തുകാരി തസ്ലിമ നസ്രീൻ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. വിവരങ്ങളുമായി അജയ് സുധ ബിജു ആണ്. അജയ്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ബംഗ്ലാദേശിലെ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായി വർഗീയ ശക്തികൾ പിടിമുറുക്കി കഴിഞ്ഞു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇന്നലെ രാത്രിത്തെ ഒരു സംഭവം പുറത്തു വരുന്നത്. അതായത് അവിടുത്തെ പ്രശസ്തനായ ഒരു റോക്ക് സംഗീതജ്ഞൻ ജെയിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഒരു സ്കൂളിലെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഒരു കടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അരങ്ങേറിയത്. നിരവധി പേർ ഇവിടേക്ക് എത്തുകയും ഇവിടെ സ്റ്റേജിന് നേരെ ആക്രമണം നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോഴേക്കും സുരക്ഷാ ഭടന്മാർ ഇവരെ തടയാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ ജനക്കൂട്ടം ഇവിടേക്ക് ആർത്തിരമ്പി എത്തിയ ആളുകൾ കൂടുതൽ അക്രമാസക്തരായി അവിടെ വന്നിരുന്ന കാണികൾക്ക് നേരെയെല്ലാം ഇഷ്ടികകളും അതുപോലെ മറ്റ് കമ്പുകളും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഏതാണ്ട് 25ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഒരു സ്കൂളിൻ്റെ വാർഷികമായതിനാൽ തന്നെ നിരവധി
നിരവധി കുട്ടികളും ഇവിടെ സന്നിഹിതരായിരുന്നു. ഈ കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റതായിട്ടാണ് വിവരം. ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് തസ്ലീമ നസ്ലിം, പ്രശസ്ത എഴുത്തുകാരി, അവർ പറയുന്നത് ഇത് ജിഹാദിസ്റ്റുകളാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ്. എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ സംഭവത്തെ പറ്റി യാതൊരുവിധ വിശദീകരണവും വന്നിട്ടില്ല. ഇന്നലെ രാത്രി 9:30 ജെയിംസ് ഈ വേദിയിലെത്തുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് മുൻപേ ആയിരുന്നു ഈ ആക്രമണം നടന്നത്. 10 മണിയോടെ ജില്ലാ ഭരണാധികാരികൾ ഈ സംഗീത ദിശ റദ്ദാക്കിയതായിട്ട് ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചു. അല്ലാതെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ സംഭവത്തെ പറ്റി യാതൊരു വിശദീകരണമോ മറ്റ് നോട്ടീസോ കുറ്റക്കാർക്കെതിരെയുള്ള നടപടിയോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കടുത്ത ഒരു വർഗീയവാദികൾ ഒരു സ്റ്റേജിൽ കടന്നു കയറി ആക്രമണം നടത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സംഗീതത്തെയും അതുപോലെ തന്നെ നൃത്തത്തെയും എല്ലാം പരസ്യമായി എതിർക്കുന്ന ചില തീവ്ര മതഗ്രൂപ്പുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് വ്യാപകമായി പ്രചരിക്കുന്ന അഭ്യൂഹമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം, ഈ സംഭവത്തിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. 2900 സംഭവങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി ഈ ക്രിസ്മസ് ദിനത്തിൽ പോലും ഒരു ഹിന്ദു യുവാവിനെ അവിടെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുന്ന അവസ്ഥയുണ്ടായിരുന്നു. പണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ഈ ഹിന്ദു യുവാവിനെ അടിച്ചു കൊന്നത്. മറ്റ് വീടുകൾ കത്തിക്കുന്നത് ഉൾപ്പെടെ, ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1,17,00,000 പരം ഹിന്ദുക്കളാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ വളരെ അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. ഇതിനിടയിൽ മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് BNP നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ, അദ്ദേഹം UK-യിൽ നീണ്ട 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ നേതാവ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തി എന്നുള്ള ഒരു വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ BNP ഇപ്പോൾ നിരന്തരം പുതിയ കാര്യങ്ങൾ, പുതിയ ഒരു തീരുമാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി അവർക്ക് ദീർഘകാലം ഉണ്ടായിരുന്ന ഒരു അലയൻസ് അത് ഉപേക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി വോട്ടിനെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് വോട്ടാക്കുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണം താരിഖ് റഹ്മാൻ നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, അവിടെയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് താരിഖ് റഹ്മാൻ നിരന്തരം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാകും ഈ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ BNP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല, അവിടെയുള്ള ഹിന്ദുക്കൾ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അനുകൂലിച്ചു കൊണ്ടിരുന്നത് അവാമി ലീഗിനെയായിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിരുന്നു. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഈ വോട്ടുകൾ ഏത് പാർട്ടിയിലേക്ക് പോകും എന്നുള്ളത് അവിടെയുള്ള വിജയത്തെ ഒരു നിർണായക ഘടകമായി സ്വാധീനിച്ചേക്കാം. അപ്പോൾ ഈ വോട്ടുകൾ തീർച്ചയായിട്ടും BNP-യിലേക്ക് പോയാൽ അത് താരിഖ് റഹ്മാനെ സംബന്ധിച്ചിടത്തോളം അതാണ്. അജയ്, ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ സുതാര്യമായിരിക്കണം തെരഞ്ഞെടുപ്പ്, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കണമെന്ന് ഇന്ത്യ ആവശ്യം മുന്നോട്ട് വെച്ച ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയും അവാമി ലീഗിനെയും ഒക്കെ പരിഗണിക്കണം എന്ന ഒരു ആവശ്യം കൂടിയാണോ ഇന്ത്യ ഉയർത്തുന്നത്? തീർച്ചയായിട്ടും ഈ ഷെയ്ഖ് ഹസീനെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്നതിനെ ചൊല്ലിയിട്ടാണ് അവിടെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണവും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും ബംഗ്ലാദേശിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു രാഷ്ട്രീയ അഭയം മാത്രമാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗും അവർ നിരന്തരമായി ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിച്ചിരുന്ന ഒരു പാർട്ടിയും അതുപോലെ തന്നെ ഒരു വ്യക്തിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തുക അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനം തന്നെയാണ്. ഈ BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അവർ അവിടെയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളെ ചേർത്ത് നിർത്താൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരു വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എതിർചേരിയിൽ കാണുന്ന സാഹചര്യത്തിൽ അവർ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഒരു മുഖ്യ പ്രതിപക്ഷമായി വരാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ BNP ജയിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു
രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമൂഹങ്ങളെ കൂട്ടുപിടിച്ച് തങ്ങൾക്ക് വോട്ട് ബാങ്കായി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക തന്നെയാണ് BNP ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും ഹിന്ദുക്കളും പാരമ്പര്യമായി വർഷങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവാമി ലീഗിലാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അവിടുത്തെ പ്രധാന നേതാവായിട്ടുള്ള ഷെയ്ഖ് ഹസീന ഇപ്പോഴും അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ബംഗ്ലാദേശിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഇപ്പോഴും ഇന്ത്യയിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രാജ്യത്ത് തിരിച്ചെത്തി നിഷ്പക്ഷമായ സുതാര്യമായ ഒരു വിചാരണ നേരിടാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരെയും നിരന്തരമായി ഇന്ത്യയുമായി സൗഹൃദത്തിൻ്റെ കൈ നീട്ടിയിട്ടുള്ള അവാമി ലീഗിൻ്റെ പാർട്ടിയെ കൂടി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തണം എന്നൊരു നയം തന്നെയാണ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ സുതാര്യമായി നേരിടണം എന്നുള്ള ഇന്ത്യയുടെ നിലപാട് ഇതുമായി കൂട്ടിവായിക്കേണ്ടതാണ്. മാത്രമല്ല അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു നിലപാട് അതെല്ലാം വന്നാൽ അതും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാൻ വഴിയുണ്ട്. അതുമാത്രമല്ല മുൻപത്തെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 തെരഞ്ഞെടുപ്പ്, 2018 തെരഞ്ഞെടുപ്പ്, അതുപോലെ 2014 തെരഞ്ഞെടുപ്പ് ഇതെല്ലാം സുതാര്യമല്ലാതെ അവാമി ലീഗിൻ്റെ ഒരു വലിയ അപ്രമാദിത്വം അതാണ് ആ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പാർട്ടി ഹൈജാക്ക് ചെയ്തതാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. മുൻപും പലതവണ BNP ആണെങ്കിലും തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അവാമി ലീഗ് ഉന്നയിച്ചിരുന്നു. അതുപോലെ നിരന്തരമായിട്ട് 2 തവണ സൈനിക അട്ടിമറി നടന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അത് ഏത് രീതിയിൽ നടക്കും, അത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ, എല്ലാ പാർട്ടികൾക്കും മത്സരിക്കാൻ സ്പേസ് ഒരുക്കിക്കൊണ്ടാണോ എന്നുള്ളത് എല്ലാം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിച്ചിരിക്കും. ഇന്ത്യയുടെ അയൽരാജ്യമായതിനാൽ തന്നെയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിനാലും ഈ തെരഞ്ഞെടുപ്പും ഇന്ത്യ അത്യന്തം സൂക്ഷ്മമായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അജയ് സുധാ ബിജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. യുക്രൈൻ മുന്നോട്ട് വെച്ച 20 ദിന സമാധാന കരാറിൽ സെലൻസ്കി ട്രംപ് നിർണായക ചർച്ച. ഫ്ലോറിഡയിൽ നാളെ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും. 90% ചർച്ചയും പൂർത്തിയായെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കി. അതേസമയം പുതിയ കരാറിൽ റഷ്യ സമ്മതം അറിയിച്ചിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 28 സമാധാന പദ്ധതി പരിഷ്കരിച്ചാണ് യുക്രൈൻ അവരുടെ 20 ദിന കരാർ രൂപീകരിച്ചത്. വിഷയത്തിൽ ട്രംപിന്റെ അംഗീകാരം നേടിയെടുത്ത് 4 വർഷമായി റഷ്യയുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ലക്ഷ്യം. ഇതിനായി നാളെ ഫ്ലോറിഡയിൽ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തും. എന്നാൽ കാര്യങ്ങൾ സെലൻസ്കി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമാകില്ല. യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയ ഡോൺബാസ് മേഖലയുടെയും സാഫോരീസിയ ആണവ നിലയത്തിന്റെയും കാര്യമാണ് തലവേദനയാകുന്നത്. ഡോൺബാസിനെ സ്വതന്ത്ര സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു US നിർദ്ദേശം. ഇത് യുക്രൈൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ ജനഹിത പരിശോധന നടത്തണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. ഹിതപരിശോധന പൂർത്തിയാക്കാൻ 60 ദിവസം എടുക്കുമെന്നും ഈ കാലയളവിൽ റഷ്യ വെടിനിർത്തൽ പാലിക്കണമെന്നും യുക്രൈൻ പുതിയ സമാധാന കരാറിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഡോൺബാസ് മേഖലയുടെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്നതാണ് റഷ്യയുടെ ആവശ്യം. സാഫോരീസിയ ആണവ നിലയം US-നും റഷ്യയ്ക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു കൺസോർഷ്യം ഏറ്റെടുക്കണമെന്നതായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. എന്നാൽ യുക്രൈൻ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പകരം സാഫോരീസിയയുടെ പ്രവർത്തനം യുക്രൈനും US-ഉം ഒരുമിച്ച് നടത്തണമെന്ന ആശയമാണ് സെലൻസ്കി മുന്നോട്ട് വെച്ചത്. ഇതും റഷ്യ അംഗീകരിച്ചിട്ടില്ല. യുക്രൈന്റെ 20 ദിന സമാധാന കരാർ തങ്ങൾ US-ഉമായി നടത്തിയ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് പ്രതികരിച്ചത്. എന്തായാലും നാളെ ഫ്ലോറിഡയിൽ വെച്ച് US നിലപാട് വ്യക്തമാക്കുന്നതോടെ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ പുതിയ തലത്തിലേക്കെത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാനമേളയും വെടിക്കെട്ടുമായി തോൽവി ആഘോഷമാക്കി LDF സ്ഥാനാർത്ഥി. മലപ്പുറം തെന്നല 6-ാം വാർഡിലെ അബ്ദുൾ മജീദാണ് പരാജയം ആഘോഷമാക്കി നാട്ടുകാർക്ക് ഭക്ഷണവും ഗാനമേളയും വെടിക്കെട്ടും ഒരുക്കിയത്. 14 സ്ഥാനാർത്ഥികളും തോറ്റിരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും നമുക്കൊരു വിഷമല്ല. കാരണം ഇത് നമ്മുടെ വിജയം തന്നെയാണ്. 5 വാർഡുകൾ നമുക്ക് വിജയിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്.
പരാജിതന്റെ തോൽവിയും വിജയം പോലെ ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് വിളിച്ചു പറയുകയാണ് തെന്നല ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച പാലക്കൽ അബ്ദുൽ മജീദ്. തന്റെ തോൽവി വിജയേക്കാൾ കളർഫുള്ളായി ആഘോഷിക്കുകയായിരുന്നു മജീദ്. മറുവശത്ത് വിജയിയായ UDF സ്ഥാനാർത്ഥിയുടെ വിജയം DJ അടക്കം വെച്ച് ആഘോഷിക്കുമ്പോൾ ഇവിടെ മജീദും ഒട്ടും കുറച്ചില്ല. വെടിക്കെട്ടും ഗാനമേളയും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പരാജയത്തെ വിജയത്തെക്കാൾ മനോഹരമായി ആഘോഷിച്ചു. വോട്ടുകൾ ഞങ്ങൾ കുറവുണ്ടായി എന്ന് വെച്ചിട്ട് ഞങ്ങളാരും ഒരു പരാജിതരായ ആളുകളല്ല. നമ്മുടെ പിന്നിലെ ഒരു വലിയ സേന തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രയത്നവും അവരുടെ കഠിനാധ്വാനവും നമുക്കൊരുപാട് വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ചേരിയിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ വാർഡിലെ 800ഓളം വരുന്ന ആളുകൾക്കാണ് മജീദ് ഭക്ഷണം ഒരുക്കിയത്. പരാജിതന്റെ ചിരി സംഗീതത്തെക്കാൾ മനോഹരമെന്ന തത്വം ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു മജീദ്. ലീഗിലെ KP അൻവറിനോട് 287 വോട്ടുകൾക്കാണ് അബ്ദുൽ മജീദ് പരാജയപ്പെട്ടത്. ന്യൂസ് 18 തിരൂർ. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച പ്രദേശത്തെ കള്ളിങ് പുരോഗമിക്കുകയാണ്. 5 പഞ്ചായത്തുകളിലായി ഇതുവരെ 3795 പക്ഷികളെയാണ് കൊന്നത്. പ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് നശിപ്പിക്കുന്നത്. തകഴി, കാർത്തികപ്പള്ളി, കരുവാറ്റ, പുന്നപ്ര സൗത്ത്, പുറക്കാട്, ചെറുതന, നെടുമുടി, അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തുകളിലാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 19,881 പക്ഷികളെയാണ് ജില്ലയിൽ മുഴുവൻ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടത്. നെടുമുടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകൾ കള്ളിങ് പൂർത്തിയായി. മറ്റു പഞ്ചായത്തുകളിൽ ഇന്നും തുടരും. തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് നശീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. PPE കിറ്റുകൾ ധരിച്ചാണ് പ്രതിരോധ പ്രവർത്തകർ കള്ളിങ് നടപടികൾ പൂർത്തീകരിച്ചത്. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തൽ നിരോധിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ഫ്രോസൺ മീറ്റ്, മറ്റുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങി. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിൽ. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനോക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. 1 ഏക്കറിലധികം വിസ്തൃതിയുണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റയിലത്ത് ഇപ്പോൾ
ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റിക്കുളം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റിലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റിലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനാക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60 ലക്ഷം 75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ പഞ്ചായത്തിനെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ ഒരു പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷിസങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റിലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ യോഗം ആസൂത്രണം ചെയ്യും. കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ ഇതേക്കുറിച്ചും യോഗം ചർച്ച ചെയ്തേക്കാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വിലയിരുത്തും. VBG റാംജി പദ്ധതിക്കെതിരായ സമരം ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. യോഗം പുരോഗമിക്കുകയാണ്. അതേസമയം കർണാടക മുഖ്യമന്ത്രി വിഷയവും ചർച്ചയാകുമെന്നറിയുന്ന MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, വിവിധ വിഷയങ്ങളാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെ മുഖ്യ അജണ്ടയായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾ. അത് VBG റാംജി എന്ന രീതിയിൽ പേര് മാറ്റി കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തിരുന്നു. അതിനെതിരെ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കൂപ്പുകൂട്ടാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിലൊരു രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ റാലികൾ ഉൾപ്പെടെയുള്ള നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന് കർണാടകയിലെ വിഷയമാണ്. കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി DK ശിവകുമാറും സിദ്ധരാമയ്യയുമായി നടക്കുന്ന പോര് അത് രൂക്ഷമായി തുടരുകയാണ്. ഇരുവരെയും ഡൽഹിക്ക് വിളിപ്പിച്ച് ഒരു ഫോർമുല എന്ന രീതി അല്ലെങ്കിൽ ഒരു സമവായ ചർച്ചകളൊക്കെ ACCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇരുവരെയും പ്രഭാത ഭക്ഷണങ്ങൾക്കായി ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കണം. ഒപ്പം തന്നെ അത് സംസ്ഥാനത്തിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ACC മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി നിരവധി ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഫലവത്താകാതെ ഇപ്പോഴും ഈ ഒരു 2ാം ടേമിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ ACC നേതൃത്വം നൽകിയെന്നാണ് DK ശിവകുമാർ പക്ഷം പറയുന്നത്. അതനുസരിച്ച് ഈ ഒരു ആവശ്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മറ്റൊന്ന്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഈ സാഹചര്യം, ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള UDF-നുണ്ടായിട്ടുള്ള മേൽക്കൈ, ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തപ്പെടും. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ.
18 ക്യാരറ്റ് ഗ്രാമിന് 10,730 രൂപ, പവന് 85,840 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ അനുശ്രീ ചേരും. നമസ്കാരം.